ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ലൊരു വൈറ്റ് കുറുമയാണ് കാണിക്കുന്നത്. സാധാരണ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുള്ള കുറുമയല്ലേ ഉണ്ടാക്കാറ്. ഇത് കുറച്ച് വ്യത്യാസമായിട്ടുള്ള നല്ല വൈറ്റ് കുറുമയാണ് കേട്ടോ. വെള്ള കുറുമ എന്നൊക്കെ പറയില്ലേ. ഇത് അപ്പത്തിൻ്റെ കൂടെ, പുട്ട്, ചപ്പാത്തി, പൂരി എല്ലാവരുടെ കൂടെയും കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 5 തരത്തിലുള്ള വെജിറ്റബിൾസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പിടി ഫ്രഷ് ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പട്ടാണിയാണ് ഇപ്പോൾ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒന്ന് കുതിർത്തി നന്നായിട്ട് കുതിർത്ത് ഒരു 8 മണിക്കൂറെങ്കിലും കുതിർത്തതിൻ്റെ ശേഷം എടുക്കുക. പിന്നെ ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ബീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6-7 ഇതൾ കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേതെങ്കിലും വെജിറ്റബിൾസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒഴിവാക്കി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഒരു 3 വെജിറ്റബിൾ വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നാൽ ഓഫ് ചെയ്യുക. എന്നിട്ട് പ്രഷർ പോയതിന് ശേഷം മാത്രം തുറക്കുക. ഓവർ കുക്ക് ചെയ്യരുത്. ഇപ്പോൾ ഇതാ പച്ചക്കറിയൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് കൂടുതൽ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ. ഉടഞ്ഞു പോവുകയൊന്നും ചെയ്യരുത്. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക്, എരിവ് കൂടുതൽ വേണമെങ്കിൽ 3 പച്ചമുളക് ഇടാം കേട്ടോ. പച്ചമുളക് ഒന്ന് കീറിയിട്ട് ഇടുമ്പോൾ അത് പൊട്ടിത്തെറിക്കില്ല. ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് എണ്ണയിൽ ചൂടായി വരുമ്പോൾ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കസ്കസാണ് ചേർക്കുന്നത്. കസ്കസ് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പി സീഡ്സ് ഇല്ലേ, കശകശ എന്നൊക്കെ പറയില്ലേ, അത് കേട്ടോ. അത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഈ പോപ്പി സീഡ്സ് അല്ലെങ്കിൽ കശകശ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും പിന്നെ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ്സൊക്കെ കിട്ടും. നല്ല ടേസ്റ്റുമാണ്. ഇനി ഇതിലേക്ക് ഒരു 5-6 കാഷ്യൂ ആണ് ചേർക്കുന്നത്. ഈ കാഷ്യും കൂടിയും ചേർത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ. ഒന്ന് ഫ്രൈ ചെയ്തതിൻ്റെ ശേഷം മാത്രം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം ചേർക്കുക. പെരിഞ്ജീരകം ചേർത്തിട്ട് കുറേ നേരം ഫ്രൈ ചെയ്യാൻ പാടില്ല, അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടും. പെരിഞ്ജീരകം ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ നാളികേരം ചേർക്കുക. നാളികേരം കൂടി ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മാത്രം മതി. കുറേ നേരം ഇട്ടിട്ട് ഫ്രൈ ചെയ്യണ്ട. അതിൻ്റെ ആ ചെറിയൊരു പച്ചമണം ഒന്ന് മാറുക, അത്രേ വേണ്ടൂ കേട്ടോ. അപ്പോൾ ആദ്യം പച്ചമുളകും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഒന്ന് വഴറ്റിയതിൻ്റെ ശേഷം മാത്രമാണ് നാളികേരം ചേർക്കാവൂ. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നല്ല മിനുസായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിതിൽ നാളികേരം വറക്കുന്നില്ല. ജസ്റ്റ് ആ ചൂടിൽ അതൊന്നൊരു 1.5 അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി, അത്രേ വേണ്ടൂ. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇനി ഇതാ വീണ്ടും 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഒരു കഷ്ണം പട്ട, 1 ഏലയ്ക്ക, 1 ഗ്രാമ്പൂ. ഇത് കൂടുതൽ ആവരുത്, പിന്നെ ആ മസാലയുടെ ഒരു കുത്ത് വരും. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു നുള്ള് പെരിഞ്ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. ആ പെരിഞ്ജീരകം നിങ്ങൾക്ക് അധികം ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഒരു സവാളയുടെ പകുതി നീളത്തിൽ അരിച്ചതും കൂടിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. അപ്പോൾ 1 പട്ട, 1 ഏലയ്ക്ക, 1 ഗ്രാമ്പുമാണ് ചേർക്കാവൂ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റുക കേട്ടോ. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ചേർക്കാം. ഞാനിപ്പോൾ 3 ചെറിയ അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചിട്ടാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇപ്പോൾ വലിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 2 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ട് ചതക്കുക അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയാലോ മതി കേട്ടോ. ഇത് അധികം ആവരുത് ഇതിൻ്റെ അളവ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ആ വെജിറ്റബിൾസ് വേവിച്ചത് ചേർക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിൻ്റെ ശേഷം ഈ അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക കേട്ടോ. ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചൂടുള്ള വെള്ളം ഒഴിക്കാം. പച്ചവെള്ളം ഒഴിക്കണ്ട. ആ മിക്സറെ ജാറും കൂടി ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചാൽ മതി. ഇത് തിളച്ച് വരുമ്പോൾ ഇതിൽ ഉപ്പൊക്കെ നോക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക കേട്ടോ. നല്ല തിള വന്നതിൻ്റെ ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ആ മസാലയൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ കുറുമയൊക്കെ കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇതിങ്ങനെ വല്ലാതെ ലൂസായിരിക്കില്ല കേട്ടോ. കുറച്ചിങ്ങനെ തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും, നന്നായിരിക്കുക.
പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, നമ്മൾ ആ എണ്ണയിൽ അണ്ടിപ്പരിപ്പും ആ പച്ചമുളകൊക്കെ വഴറ്റുമ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ കളറ് മാറാത്ത രീതിയിൽ വഴറ്റണം കേട്ടോ. ബ്രൗണൊന്നും ആവരുത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷനിലാണ്. നമ്മൾ ഹോൾ ഗരം മസാല ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ മതിയെങ്കിൽ പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഒന്ന് തിള വന്നതിൻ്റെ ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്യുക. അവസാനം കുറച്ച് മല്ലിയില വിതറ്, കുറുമയല്ലേ അപ്പോൾ കുറച്ച് മല്ലിയില ഇട്ടാലാണ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ മല്ലിയിലയും കൂടി വിതറിയിട്ട് ഇപ്പോൾ ഞാനിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിരിക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. നല്ല സൂപ്പർ ടേസ്റ്റുള്ള വൈറ്റ് കുറുമ റെഡിയായി. വളരെ ഈസിയാണ് ഉണ്ടാക്കാനും. നല്ല ഒരുപാട് വെജിറ്റബിൾസും ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്